ഹായ് ഗായ്സ്, ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടിയിട്ടാണ്. ദോശയൊക്കെയായാലും പൊറോട്ടയൊക്കെയായാലും എല്ലാത്തേക്കും അപ്പം ഇടിയപ്പത്തിലൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എപ്പോഴുള്ള പോലെ ഇന്നും എഗ് തന്നെയാണ്. എഗ്ഗ് വെച്ചിട്ട് തന്നെയാണ് അധികം ഞാൻ റെസിപ്പി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എങ്ങനെ ഞങ്ങൾ അധികം വെറുപ്പിക്കാതെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്താ വെച്ചാൽ മുളക് പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി വേണ്ട, മല്ലിപ്പൊടി വേണ്ട, ഈ സംഭവങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് കറിയാണെന്നൊന്നും വിചാരിക്കേണ്ട, ഒരു കുറുമ സ്റ്റൈലാണ്. അപ്പോൾ മുളകിട്ട കറിയൊക്കെ ടേസ്റ്റ് ചെയ്യാം, ഒന്ന് വെറൈറ്റി പിടിക്കാന്നേ. ഇതൊക്കെ ഇഷ്ടപ്പെടും, അങ്ങനെ തന്നെയല്ലേ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചാൽ അതിൽ സ്പൈസസിലെല്ലാം ഞാൻ ചേർത്തില്ല. പട്ട, പൂവ്, ജീരകം, പിന്നെ ഏലക്ക ഇതൊക്കെ ഇട്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ഇത്തിരി ഉപ്പിട്ട് നല്ലോണം വയറ്റിങ്ങാണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചാണ്ട് മൂടിക്കാം. ഇതിലേക്ക് എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ്, പിന്നെ അതേപോലെ ക്യാരറ്റൊക്കെ വാടിക്കണം, എന്നാലും അത് കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചാണ്ട് മൂടി വെച്ചാൽ പിന്നെ തീക്കുള്ള കൂട്ടാണ് ഈ തേങ്ങ, പിന്നെ ഈ കടല. ഈ കടല എന്താണ് നിലക്കടലല്ല, നമ്മൾ തിന്നണ കടല. പിന്നെ അതിലേക്ക് ജീരകത്തിൽ പച്ചമുളകും പാടെ ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യും. ഈ മിക്സിങ്ങാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. വേറെ ഒന്നും ഇതിക്കില്ല. മുളക് കറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് പിന്നെ ട്രൈ ചെയ്യാനും നല്ല എളുപ്പമാണ്. അധികം സാധനങ്ങളൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഇതിന് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ അടുത്തുള്ളത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ കുട്ടികൾ വെജിറ്റബിൾസ് തിന്നാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എഗ്ഗും വെജിറ്റബിൾസൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്ത് കറി ഉണ്ടാക്കും, അതേപോലെ ഡിന്നറിന് ഒരേ കറി ഉണ്ടാക്കി മറത്തോളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് എപ്പോഴും മുളകിട്ട് കറിയില്ല. അപ്പോൾ ഇടക്കൊക്കെ അങ്ങനെ ഒന്ന് കൂട്ടിയൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ദോശമാവ് സെപ്പറേറ്റ് നമുക്ക് കടന്ന് വേണം കിട്ടും. ഞാൻ എപ്പോഴും മാവാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3-4 എഗ്ഗ് ഇട്ട് മൂടി വെച്ച് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റിയേക്കാം. പിന്നെ ദോശ വെച്ച് മാവ് ഇതൊക്കെ വെച്ച് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയും ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്യണം. നിങ്ങളുടെ മുമ്പ് വെറൈറ്റി ആയിട്ട് ഓരോന്ന് വരണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.